Hi friends and viewers, Namaskaram and good morning to you all. Geo Kitchen Tour Vibes എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഐറ്റം തായ് ഐറ്റമാണ്. നമ്മളിപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മുടെ നാടൻ വിഭവങ്ങളും ആന്ധ്ര വിഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടൻ വിഭവം മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള വിഭവങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ഞാനിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു തായ് ചിക്കനാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ എളുപ്പമാണ്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് തരത്തിലുണ്ട്, റെഡ് കറി പേസ്റ്റും ഗ്രീൻ കറി പേസ്റ്റും. ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ റെഡ് കറി പേസ്റ്റിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു മീഡിയം നമ്മുടെ സവാളയാണ്, ഒനിയൻ ഇതുണ്ട്. പിന്നെ ഈ മുളക്, ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കാശ്മീരി ചില്ലി അല്ല വേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മുടെ മുഴുവൻ മുളകാണ് വേണ്ടത്. അത് വെള്ളത്തിൽ ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ട് നമ്മൾ അത് സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നാണ്. പക്ഷേ അതിന് എരിവ് കൂടുതലാകും, അതുകൊണ്ടാണ് ഞാൻ അതിന് പകരം ഈ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജീരകമുണ്ട്, ടേബിൾ സ്പൂണാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ ജീരകമുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഇത് ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്, ലെമൺ ജ്യൂസും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഓരോ ടീസ്പൂൺ നമുക്ക് ഇതിനകത്ത് ഒന്നുകിൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേറെ ചേർക്കാം, അതല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് 2 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. പിന്നെ ഉള്ളത് കുരുമുളകുണ്ട്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് ഇതിലേക്ക് ഇടാം. അത് ജിഞ്ചറും ഗാർലിക്കും വേറെ വേറെ ഇട്ട് കഴിഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സവാളയാണ്, ഒരു മീഡിയം സവാള, ജൂലിയൻ കട്ടാണ്. പിന്നെയുള്ളത് മുളകാണ്, മുളക് പൊടിയോ അല്ലെങ്കിൽ മുഴുവൻ മുളകോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇനി കൂടുതൽ എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. ഇത് ജീരകമാണ്. പിന്നെ ബ്ലാക്ക് പെപ്പറാണ്, കുരുമുളകാണ്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കണമുണ്ട്, അത് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കണം, സീ സോൾട്ടാണ്. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം, പേസ്റ്റായിട്ടാണ്. അപ്പോൾ അങ്ങനെ റെഡ് കറി പേസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കുക്കിങ്ങിന് വേറെ സമയത്താണ് അത് ഉപയോഗിക്കുക. ഇനിയിപ്പം നമുക്ക് ചിക്കൻ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇതിവിടെ മാറി ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനത് പറയാം. ഇത് നമ്മൾ തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാൽ ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഒന്നും രണ്ടും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. തനിപ്പാലായിട്ട് വേറെ ഒന്നാം പാലെന്ന് പറഞ്ഞ് വേറെ വെച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, എന്ന് പറഞ്ഞാൽ ബോൺലെസ് ചിക്കനാണ്. അത് 450 ഗ്രാം. ഈ 450 ഗ്രാം എന്ന് പറയുന്നത് പണ്ടത്തെ റാത്തൽ എന്ന് പറയും, പൗണ്ട്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 ഗ്രാമാണ്. അതുകൊണ്ടാണ് ഈ 450 ഗ്രാം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇത് കാണുന്നത്. അതാണ് ഇതിന് കാരണം. പിന്നെ സവാളയുണ്ട്, ഒരു വലിയ സവാള ജൂലിയൻ കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ട്, ഷ്രെഡഡ് ക്യാരറ്റാണ്. ഇതിനകത്ത് ഈ പാലക്ക് എന്ന് പറയുന്നതുകൊണ്ടുള്ള സ്പിനാഷും വേണമെങ്കിൽ ചേർക്കാം, അതിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ 1 ഇഞ്ച് ഇഞ്ചിയുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയുണ്ട്, മല്ലി അതേപടി മല്ലിയാണ്. പിന്നെ മല്ലിയിലയുണ്ട്. പിന്നെ ഇത് നമ്മുടെ റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ റെഡ് പെപ്പർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ലെമൺ ജ്യൂസ് വേറെ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ ബ്രൗൺ ഷുഗറാണ്, ബ്രൗൺ ഷുഗർ എന്ന് കേട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗറാണ് കേട്ടോ, ഈ മയക്കുമരുന്നിൽപ്പെട്ടത് ബ്രൗൺ ഷുഗർ അല്ല. പിന്നെ നമുക്ക് എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്.
ഈ ഒലിവ് ഓയിൽ വന്നപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാം ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നവരായിരിക്കുന്നു വിചാരിക്കുന്നു. പലരും ഒലിവ് വാങ്ങാറുണ്ട്, പക്ഷെ വലിയ വില കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങാറുള്ളത്. പക്ഷേ ഇത്രയും വില നിങ്ങൾക്ക് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇത് ഞാൻ വാങ്ങുന്നത് ആമസോണിൽ നിന്ന്, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. കിൻസ് ഫോക്കിൻ്റെ ഒലിവ് ഓയിലാണ്. ഈ ഒലിവ് ഓയിൽ 5 ലിറ്ററിൻ്റെയാണ്. ഈ 5 ലിറ്ററിനെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വെറും 300 രൂപയെ ചിലവ് വരുള്ളൂ. അപ്പോൾ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 5 ലിറ്ററിൻ്റെ കിട്ടും. 5 ലിറ്ററിൻ്റെ വാങ്ങിച്ചാൽ ഒരു വില കുറവാണ്. 300 രൂപ കിലോയ്ക്ക് വില വരുള്ളൂ. 13, 15, 1500 രൂപ വില. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു ഇൻഗ്രീഡിയൻ്റ് കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇത് ഫിഷ് സോസാണ്. ഞാൻ എൻ്റെ കുപ്പി കാണിച്ചു തരാം. ഇത് ഫിഷ് സോസ് എന്ന് പറയുന്നത് ഇത് തായ് കുക്കിങ്ങിന് വളരെ അത്യാവശ്യമുള്ളത്. അത് ചിക്കനാണെങ്കിലും ഫിഷിനാണെങ്കിലും ഈ ഫിഷ് സോസ് ഉപയോഗിക്കാറുണ്ട്. ഫിഷ് സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇത് തായ്ലാൻഡ് മെയ്ഡാണ്. തായ്ലാൻഡിൽ ഉണ്ടാക്കിയതാണ് ഫിഷ് സോസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാറുണ്ട്. വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്, കൂടാതെ ഇതും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്ന പല ഐറ്റങ്ങളും ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ സവാള ചേർക്കുന്നുണ്ട്, അത് എക്സ്ട്രാ ആണ്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ചേർക്കും. ഇതിൽ നമ്മൾ റെഡ് കറി പേസ്റ്റ് ചേർത്ത സാധനങ്ങൾ പിന്നെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം. അതൊക്കെ ലെമൺ ജ്യൂസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ഇതിൽ ചേർക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സവാള എന്നിടാം. സവാളയും എക്സ്ട്രാ ആകണം. അല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നേരത്തെ ചേർത്തതാണ്, നമ്മൾ റെഡ് കറി പേസ്റ്റ് ചേർത്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്, ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ള മല്ലിയാണ്. സാബൂത്ത് മല്ലി എന്ന് പറയുമ്പോൾ റോ കൊറിയാണ്ടർ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർക്കണം. 450 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. നമുക്കിത് കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് കൂടി വന്ന ഒരു 5 മിനിറ്റ്. നമ്മൾ ചിക്കൻ അങ്ങനെ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ക്യാരറ്റ് ചേർക്കണം. പിന്നെ നമ്മുടെ കുറച്ച് ബ്ലാക്ക് പേപ്പർ ഒരിക്കൽ ചേർത്താണ്, എന്നാലും അല്പം കൂടെ ബ്ലാക്ക് പേപ്പർ ചേർക്കണം. കുരുമുളക് പൊടി അല്പം കൂടെ ചേർക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ റെഡ് ചില്ലി സോസാണ്.
ചില്ലി സോസ് അല്ല, റെഡ് കറി പേസ്റ്റ്. ഇതാണ് നമ്മുടെ തായ് കറികളുടെ ആത്മാവെന്ന് പറയുന്നത് ഇതാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്കൊന്ന് ബ്രൗൺ ഷുഗർ ചേർക്കാനുണ്ട്. 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂണാണ് ഷുഗർ. ഇനി നമുക്ക് റെഡ് ക്യാപ്സിക്കം, റെഡ് പെപ്പർ ചേർക്കാം. ഇത് ഒരെണ്ണമാണ്. ഇത് നിങ്ങൾ വില കൂടുതലാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതൊക്കെ ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പച്ച ഗ്രീൻ ക്യാപ്സിക്കം ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ഓപ്ഷണലായിട്ട് കരുതിയാൽ മതി. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ തായ് ചിക്കൻ ആകൂ എന്ന് വിചാരിക്കേണ്ട. ഇനി നമുക്ക് അല്പം ഫിഷ് സോസ്, ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ ഫിഷ് സോസ് ചേർക്കാം. അല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കാനുണ്ട്. നേരത്തെ ഒരിക്കൽ നമ്മൾ ചേർത്തതാണ്, എങ്കിൽ അല്പം കൂടി ചേർക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് വരുത്തിക്കുന്ന സാധനമാണ് രണ്ടാമത് ചേർക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. 1ഉം 2ഉം ചേർന്ന തേങ്ങാപ്പാലാണ്. നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട്. ഇതിലാണെങ്കിൽ ഉപ്പില്ല. അപ്പോൾ ഈ ബ്രൗൺ ഷുഗർ ചേർക്കുന്ന കാരണം അല്പം മധുരമാണുള്ളത്, അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പം നമ്മുടെ ചിക്കൻ വെന്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2 മിനിറ്റ് കൂടെ ചിക്കൻ ഒന്ന് ഇരുന്നോട്ടെ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഡ് കറി തായ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്പം മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തിരിക്കുകയാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പ്രയാസമൊന്നുമില്ല. ഇതുണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. ആകെ നമുക്ക് റെഡ് കറി കറി പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ കറി പേസ്റ്റ് കൂടെ ഉണ്ടാക്കി ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് വേറെ ദിവസം കാണിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിനകത്ത് ഫിഷ് സോസ് ചേർത്തിട്ടുണ്ടല്ലോ. ഈ ഫിഷ് സോസ് നിങ്ങൾ തായ് സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിഷ് സോസ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ആമസോണിൽ നിന്ന് എനിക്ക് വരുത്തിച്ചാണ്. 450 രൂപയാണ് MRP. പക്ഷേ അതിലും കുറച്ച് വിലയ്ക്ക് കിട്ടും. ഇതൊരു മസ്റ്റാണ്. നമ്മുടെ തായ് ഐറ്റത്തിന് അതൊരു മസ്റ്റാണ് ഈ ചേർക്കുന്നത്. ഫിഷ് സോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റത്തിനും അവർ ഫിഷ് സോസ് ചേർക്കും തായ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇത് നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കറി പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും സാധനം കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ സ്പിനാഷ്, നമ്മുടെ പാലക്കില്ല, പാലക്ക് കൂടി ഇതിൻ്റെ അകത്ത് വെജിറ്റബിളായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പാലക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. പിന്നെ വേറെ പച്ചക്കറിയൊന്നും ഇപ്പോൾ ഇതിനകത്ത് തൽക്കാലം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുമാതിരി ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ അടുക്കളയൊന്ന് ശരിയാവുക. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷൈൻ ചെയ്യാൻ പറ്റൂ. തായ് ഐറ്റം ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കിയൊന്ന് പരീക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനിതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇൻഗ്രീഡിയൻസ് അല്പം കൂടുതലുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് വേണം മറ്റു ഐറ്റങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അതെല്ലാവരോടും ഇവിടെ പറയുന്നു. ജിയോ കിച്ചൺ ടൂർ വൈബ്സിന് സൈഡിൽ നിന്നും നമസ്കാരം. ഗുഡ് ബൈ ജോർജ്.